വെൽക്കം. തഹമാനാണ്. ജനറൽ പ്രിൻസിപ്പിൾസ് ഇൻ ദ മാനേജ്മെന്റ് ഓഫ് പോയ്സണിങ് അല്ലെങ്കിൽ മാനേജ്മെന്റ് ഓഫ് പോയ്സണിങ്ങിന്റെ ജനറൽ പ്രിൻസിപ്പിൾസ്, ഇതിനെപ്പറ്റിയാണ് നമ്മൾ ഈ വീഡിയോ സംസാരിക്കുന്നത്. നമ്മുടെ ചുറ്റുമുള്ള പല സാധനങ്ങളും പല കെമിക്കൽസും പോയ്സൺസ് ആയിരിക്കും, മരുന്നുകളായിരിക്കാം. സോ ഇവ നമ്മുടെ ശരീരത്തിൽ സാധാരണയിൽ കവിഞ്ഞ അളവിൽ എത്തിയാൽ ബോഡീസ് ഫിസിയോളജിക്കൽ ഫംഗ്ഷനിൽ ഇടപെട്ട് കഴിഞ്ഞാൽ പോയ്സണിങ് ഉണ്ടാകും. സോ ഇവ ഈ സാധനങ്ങളെ നമുക്ക് ടോക്സിക് സബ്സ്റ്റൻസസ് എന്നോ പോയ്സൺസ് എന്നോ നമുക്ക് വിളിക്കാം. സോ ദീസ് ആർ പോയ്സൺസ്. മിക്കവാറും ഇതെല്ലാം തന്നെ ഡോസ് റിലേറ്റഡ് ആണ് മിക്കവാറും പോയ്സണിങ് എന്ന് പറയാം. സോ ഇത് സാധാരണ രീതിയിൽ പലതരത്തിലുണ്ടായിരിക്കാം. ഒന്ന് ഇന്റൻഷണൽ ഓർ ഡെലിബറേറ്റ്, മനഃപൂർവ്വം മരിക്കാൻ വേണ്ടി, ആത്മഹത്യക്ക് വേണ്ടി, സൂയിസൈഡൽ അറ്റംപ്റ്റിന് വേണ്ടി കഴിക്കുന്നതായിരിക്കാം. അല്ലെങ്കിൽ ആരെങ്കിലും കൊല്ലാനായിട്ട് ഹോമിസിഡൽ ആയിരിക്കും, ഒരാളെ കൊല്ലാനായിട്ട് ഒരാൾ വിഷം കലക്കി കൊടുക്കുന്ന അങ്ങനെയൊക്കെയുള്ള കണ്ടീഷൻസ്. മൂന്നാമത്തത് ആക്സിഡന്റൽ. ഇത് പ്രധാനമായിട്ടും കുട്ടികളിലാണ് ഈ ആക്സിഡന്റൽ. വീട്ടിലുള്ള പല സാധനങ്ങളൊക്കെ എടുത്തു വെച്ച് അറിയാതെ അബദ്ധത്തിലേക്ക് കുടിക്കുന്നതാണ് ആക്സിഡന്റൽ. വയസ്സായിട്ടുള്ള ആൾക്കാരിലും ചിലപ്പോൾ ഉണ്ടാകും. സോ ഇങ്ങനെയൊക്കെയാണ് സാധാരണ പോയ്സണിങ് ഉണ്ടാവുക. എന്തെല്ലാമാണ് സബ്സ്റ്റൻസസ് എന്ന് വെച്ചാൽ വീട്ടിലെ ക്ലീനിങ് പ്രോഡക്ട്സ് ആയിരിക്കാം, ക്ലീനിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന സാധനങ്ങൾ. കൊറോസീവ്സ് ലൈക്ക് ആസിഡ്സ് ഓർ ആൽക്കലീസ് ആയിരിക്കാം. അല്ലെങ്കിൽ പെസ്റ്റിസൈഡ്സ് ആണ് വളരെ പ്രധാനപ്പെട്ട. പെസ്റ്റിസൈഡ്സിൽ ഓർഗാനോ ഫോസ്ഫറസ് കോമ്പൗണ്ട്സ് പോയ്സണിങ് ആണ് ഏറ്റവും പ്രധാനം. ദെൻ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന മരുന്നുകൾ, വീട്ടിലൊക്കെ ഉള്ള മരുന്നുകൾ ആയിരിക്കാം. അല്ലെങ്കിൽ കണ്ടാമിനേറ്റഡ് ഫുഡിൽ നിന്ന് പോയ്സണിങ് ഉണ്ടായിരിക്കാം. ദെൻ വീട്ടിലൊക്കെ തന്നെയുള്ള ചില പ്ലാന്റ്സ് അല്ലെങ്കിൽ പുറത്ത് അറിഞ്ഞുകൂടാത്ത ചില പ്ലാന്റ്സ് ഒക്കെ ആയിരിക്കാം. ദെൻ ഈവൻ പാമ്പുകടി പോയ്സൺ, പാമ്പിന് സ്നേക്ക് പോയ്സൺസ് അല്ലെങ്കിൽ അതർ പോയ്സണിങ്. സോ ഇങ്ങനെയൊക്കെയുള്ള മൂലമാണ് സാധാരണ രീതിയിൽ പോയ്സൺ ഉണ്ടാക്കുന്ന സബ്സ്റ്റൻസസ്. സോ ടോക്സിൻസ് സാധാരണ രീതിയിലുള്ള സാധനങ്ങൾ ഇതെല്ലാമാണ്. ഇങ്ങനെ രോഗി ആശുപത്രിയിൽ എത്തുന്ന സാധാരണ രീതിയിൽ ഒന്ന് ഇറ്റ് ക്യാൻ ബി ഫൾമിനന്റ് ആയിട്ടായിരിക്കും എത്തുക. ഫൾമിനന്റ് എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് കൊളാപ്സ് ഒക്കെ ആകാവുന്ന ഒരു സിറ്റുവേഷനുള്ള രോഗിയാണ് നമുക്ക് ഫൾമിനന്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തത് ഹി മേ ബി ഇൻ അക്യൂട്ട് കണ്ടീഷൻ. ചെറിയ സമയത്തിൽ തന്നെ അമിത അളവിൽ വിഷം ഉള്ളിലെത്തിയ കേസുകളാണ് നമ്മൾ അക്യൂട്ട് കേസസ് എന്ന് പറയാം. ഓർ ഇറ്റ് ക്യാൻ ബി ക്രോണിക് എന്ന് പറഞ്ഞാൽ ലോങ് പീരീഡിൽ ഇങ്ങനെ ടോക്സിറ്റി ഉണ്ടായി എത്തുന്നതാണ്. ദെൻ ഇറ്റ് ക്യാൻ ബി സബ് അക്യൂട്ട് എന്ന് പറഞ്ഞാൽ അക്യൂട്ടിന്റെയും ക്രോണിക്കിന്റെയും ഇടയിലുള്ള, ക്രോണിക് ആയിട്ട് ഇത് ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ പെട്ടെന്ന് അക്യൂട്ട് സ്റ്റേജ് ആയതാണ്. സോ ദാറ്റ്സ് ദ ഇൻട്രോ. ഇനി ഇങ്ങനെ രോഗി ആശുപത്രിയിലെത്തിയാൽ ഏറ്റവും പ്രധാനം എമർജൻസി റീസക്സിറ്റേഷൻ ഓർ എമർജൻസി സ്റ്റെബിലൈസേഷൻ ആണ്. സ്റ്റെബിലൈസേഷൻ ഓഫ് ദ പേഷ്യന്റിനെ സ്റ്റെബിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. സോ അസർട്ടൈൻ വെദർ ദ സിറ്റുവേഷൻ ഈസ് ലൈഫ് ത്രെറ്റനിങ് ഓർ, അത് നോക്കുക. അപ്പൊ അസസ്മെന്റ് വേണം, അതനുസരിച്ച് മാനേജും ചെയ്യാം. സോ ദീസ് ടു കണ്ടീഷൻസ് ആർ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. രണ്ടാമത്തത് രോഗിയെ നമുക്ക് പിന്നെ ഇവാലുവേറ്റ് ചെയ്യണം, ഇവാലുവേഷൻ നടത്തണം രോഗിയെ. മൂന്നാമത് ഡീകണ്ടാമിനേഷൻ എന്ന് വെച്ചാൽ വീണ്ടും സാധനം അകത്തേക്ക് വരാതെ നോക്കുക, ഉള്ളത് കളയുക എന്നുള്ളതാണ്. നാലാമത്തത് ഉള്ളത് കളയുക, എലിമിനേഷൻ പ്രോസസ് ആണ്. അഞ്ചാമത്തത് നമ്മൾ ചെയ്യുക ആന്റിഡോട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആന്റിഡോട്ട് അഡ്മിനിസ്ട്രേഷൻ ആണ്. ദെൻ ആറാമത്തത് നഴ്സിംഗ് കെയർ, കൂടുതലായിട്ടുള്ള നഴ്സിംഗ് കെയർ. ഇൻ കേസ് വേണ്ടി വന്നതാണെങ്കിൽ സൈക്കാട്രിക് കെയർ കൊടുക്കുക എന്നുള്ളതാണ്. സോ ഈ ഹെഡിങ്ങിലാണ് നമ്മൾ ഇനി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ദീസ് ആർ ദ എസെൻഷ്യൽ ഹെഡിങ്സ്. ഇതിൽ ഏറ്റവും പരമപ്രധാനം ഈസ് ദ റോൾ ഓഫ് റീസക്സിറ്റേഷൻ ആണ്. റീസക്സിറ്റേഷൻ എന്ന് പറയുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്, ഓർ സ്റ്റെബിലൈസേഷൻ ഓഫ് ദ പേഷ്യന്റ്. സോ അതിൽ ABCD ഈസ് ദ കീ വേർഡ്. ABCD ആണ്. ആൻഡ് A for airway and breathe. So what to do with airways and breathing, എന്തെല്ലാം ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സോ എയർവേ ഇന്റർവെൻഷനിൽ ക്ലീൻ അപ്പ് ദ ഓറോഫാരിഞ്ചൽ സെക്രീഷൻ. ഓറോഫാരിഞ്ചൽ സെക്രീഷൻസ് എല്ലാം ക്ലീൻ അപ്പ് ചെയ്യുക. രോഗിയെ സ്നിഫിംഗ് പൊസിഷൻ, തല അല്പം താഴത്തേക്കാക്കി ശ്വാസം പിടിക്കാവുന്ന രീതിയിൽ കിടത്തുക. ദെൻ കഫ് റിഫ്ലക്സ് ഒന്നും ഇല്ലെങ്കിൽ രോഗിയെ ഇൻട്യൂബേറ്റ് ചെയ്യേണ്ടതാണെങ്കിൽ ട്യൂബ് അകത്തേക്ക്. ദെൻ ബ്രീത്തിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഓക്സിജൻ കൊടുക്കേണ്ടതുണ്ടെങ്കിൽ give immediate oxygen. ഓക്കെ, ഓക്സിജൻ സാച്ചുറേഷൻ ABG എന്നിവയൊക്കെ നോക്കുക അപ്പൊ തന്നെ. ദെൻ വെന്റിലേഷൻ വേണമെങ്കിൽ ഗോ ടു അല്ലെങ്കിൽ പ്രിസ്ക്രൈബ് വെന്റിലേഷൻ സപ്പോർട്ട് കൊടുക്കുക. ഇപ്പോൾ രോഗിക്ക് ബ്രോങ്കോ സ്പാസം ആണെങ്കിൽ സാൽബ്യൂട്ടമോൾ പോലുള്ള മരുന്നുകൾ നമുക്ക് കൊടുക്കാം. ദെൻ ബ്രോങ്കേറിയ, ഒരുപാട് സെക്രീഷൻസ് ഒക്കെ വന്നിട്ട് ബ്രോങ്കേറിയ ആണെങ്കിൽ നമുക്ക് അട്രോപ്പിൻ പോലുള്ള മരുന്നുകൾ കൊടുക്കാം. അകത്ത് അമിതമായിട്ടുള്ള സെക്രീഷൻ വന്ന് സ്ട്രൈഡർ ഉണ്ടെങ്കിൽ ദെൻ വി ഹാവ് ടു ഇൻട്യൂബേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാം. ദെൻ സെക്കൻഡ് ഈസ് എയർവേ ബ്രീതിങ് കഴിഞ്ഞാൽ
കഴിഞ്ഞാൽ പിന്നെ സർക്കുലേഷനാണ്. സർക്കുലേഷനിൽ IVSS ആദ്യമേ ഉണ്ടാക്കുക എന്നുള്ളതാണ്. രോഗി IVSS ഉണ്ടാക്കുക, ആ സമയത്ത് തന്നെ ബ്ലഡ് സാമ്പിൾസ് കളക്ട് ചെയ്യുക. IVSS along with blood samples for further, ബാക്കിയുള്ള കാര്യങ്ങൾക്ക് ഫർദർ വർക്കിങ്ങിന് വേണ്ടി ബ്ലഡ് സാമ്പിൾസ് നമുക്ക് ആവശ്യമായിരിക്കും. Then hemodynamic effects സ്റ്റാറ്റസ് നോക്കുക. ഉദാഹരണം ഹൈപ്പോടെൻഷൻ ആണെങ്കിൽ സലൈൻ നമുക്ക് കൊടുക്കാം. വാസോപ്രസേഴ്സ് ആവശ്യമാണെങ്കിൽ വാസോപ്രസേഴ്സ്, ഡോപ്പമിൻ ഓർ നോറഡ്രിനാലിൻ പോലെയുള്ളവ കൊടുക്കാം. ഇൻ കേസ് ഓഫ് ഹൈപ്പർ ടെൻഷൻ ആണെങ്കിലോ, രോഗിക്ക് ഹൈപ്പർ ടെൻഷൻ ആണെങ്കിൽ നൈട്രോപ്രൂസൈഡ് നമുക്ക് കൊടുക്കാം, അല്ലെങ്കിൽ ബീറ്റ ബ്ലോക്കേഴ്സ് നമുക്ക് കൊടുക്കാം, നൈട്രോഗ്ലിസറിൻ പോലെയുള്ള വാസോ ഡയലേറ്റേഴ്സ് ഒക്കെ കൊടുക്കാം. ദെൻ ECG നോക്കുക. അരിത്മിയാസ് ഓർ ഹേർട്ട് ബ്ലോക്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? അങ്ങനെയാണ് ലിഗ്നോകെയിൻ അല്ലെങ്കിൽ അമിയോഡാരോൺ അല്ലെങ്കിൽ അട്രോപ്പിൻ, സോട്ടലോൾ പോലെയുള്ള ഡിപ്പെൻസ് വാട്ട് ഈസ് ദ കേസ് ഓഫ് ദ ഹാർട്ട് നോക്കിയിട്ട് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുക. ദെൻ D ഈസ് ഫോർ ഡിപ്രഷൻ ആണ് നമ്മൾ സാധാരണ എഴുതുക, എങ്കിലും ഇറ്റ് ഈസ് ഫോർ CNS ഡിപ്രഷൻ ഉണ്ടോ എന്ന് നോക്കുക. CNSന്റെ അവസ്ഥ മനസ്സിലാക്കാൻ നമുക്ക് രണ്ട് മെത്തേഡൊക്കെയാണ്, പല മെത്തേഡ് ഉണ്ട്. വൺ ഈസ് ഗ്ലാസ്ഗോ കോമ സ്കെയിൽ വെച്ച് നോക്കാം. ദെൻ റീഡ് സ്കെയിൽ നമുക്ക് നോക്കാം. സോ അങ്ങനെ കോമ സ്കെയിലൊക്കെ നോക്കിക്കഴിഞ്ഞ് കോമയിലാണോ എന്താണെന്ന് അറിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ കോമ കോക്ടെയിൽ എന്ന് പറയുന്ന ഒരു മരുന്ന് മിക്സർ ഉണ്ട്. ദാറ്റ് ഈസ് ഡെക്സ്ട്രോസ്, ഒരു 50% ഉള്ളതാണ്. തയാമിൻ, ദാറ്റ് ഈസ് വൈറ്റമിൻ B1 ഉണ്ട്. ദെൻ നാലോക്സോൺ. സോ ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ പല പ്രശ്നങ്ങളും ഒഴിവാകുന്നതായിട്ട് കാണാം. ദെൻ ഇൻ കേസ് ഇഫ് യു നീഡ് ടു ചേഞ്ച് ടു ICUയിലേക്കാണെങ്കിൽ ഷിഫ്റ്റ് ദ പേഷ്യന്റ് ടു ICU. ഇൻ ബിറ്റ്വീൻ വി ക്യാൻ ലുക്ക് ഫോർ ദ പ്യൂപ്പിലറി റിയാക്ഷൻ. പ്യൂപ്പിലറി കണ്ണിലുള്ള റിയാക്ഷൻ ഗ്ലാസ്ഗോയിൽ നമ്മൾ കണ്ണിലേക്ക് നോക്കും. ദെൻ കൺസ്ട്രിക്റ്റഡ് പീപ്പിൾ ആണെങ്കിൽ മിക്കവാറും ഓപ്പിയോയിഡ്സ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. പീപ്പിൾസ് ആർ ഡയലേറ്റഡ് പീപ്പിൾസ് ആണെങ്കിലോ ആംഫിറ്റമിൻ, കൊക്കെയിൻ അങ്ങനെയൊക്കെയുള്ള മരുന്ന്. റെഡ് ഐസ്, ചുവന്ന് കലങ്ങിയ കണ്ണുകളൊക്കെ ആണെങ്കിൽ ആൽക്കഹോൾ ആയിരിക്കാം, അല്ലെങ്കിൽ CNS ഡിപ്രസൻസ് ആയിരിക്കാം. മെരിഞ്ചുവാനൊക്കെ ആണെങ്കിൽ ഡയലേറ്റഡ് പീപ്പിൾ ഉണ്ടാക്കാം, ദിസ് റെഡ് ഐസ് അങ്ങനെയുള്ള എല്ലാം ഉണ്ടാക്കാം. ഓക്കെ, സോ ഇറ്റ് മേ ബി മിക്സഡ്. ഇനി ഇതിന്റെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ സ്റ്റെപ്പ് ഈസ് ഇവാലുവേഷൻ ആണ്. ഇവാലുവേഷൻ ഓഫ് ദ പേഷ്യന്റ് ആൻഡ് ഓൾസോ ഗീവ് സപ്പോർട്ടീവ് മെഷേഴ്സ്. അതിനുള്ള സപ്പോർട്ടീവ് മെഷേഴ്സ് കൊടുക്കുക എന്നുള്ളതാണ് അടുത്ത്. അതിലൊന്ന് റിമൂവ് ക്ലോത്തിങ്, ഇപ്പോൾ വന്നിട്ടുള്ള ക്ലോത്തിങ് ഒക്കെ മാറ്റുക. ദെൻ ചെക്ക് ഫോർ ട്രോമാസ്, എവിടെയെങ്കിലും മുറിവുകളൊക്കെ ഉണ്ടോ നോക്കുക. പ്രിവെന്റ് ഹൈപ്പോതെർമിയ, ശരീരം അമിതമായിട്ട് തണുക്കുന്നുണ്ടോ, ഹൈപ്പോതെർമിയയിലേക്ക് പോകുന്നുണ്ടോ എന്ന് നോക്കാം. സോ ഇതിനൊപ്പം തന്നെ നമുക്ക് IV ഫ്ലൂയിഡ്സ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ദെൻ വൈറ്റൽ സൈൻസ് നോക്കുക. ദെൻ ഫ്ലൂയിഡ് ഇൻപുട്ടും ഔട്ട്പുട്ടും, ഇൻപുട്ട് ഓഫ് ദ ഫ്ലൂയിഡ് ആൻഡ് ഔട്ട്പുട്ട് ഓഫ് ഫ്ലൂയിഡ് തമ്മിലുള്ള വ്യത്യാസങ്ങൾ നോക്കുക. ദെൻ ടെമ്പറേച്ചർ, ഹൈപ്പോതെർമിയ ആണോ ഹൈപ്പർതെർമിയ ആണോ നോക്കുക. ദെൻ സീഷേഴ്സ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിനെല്ലാം കൺട്രോൾ ചെയ്യും. ഇപ്പോൾ ഹൈപ്പോതെർമിക് ആണെങ്കിൽ, ഇഫ് ദ ബോഡി ടെമ്പറേച്ചർ ഈസ് ഹൈപ്പോതെർമിക് ആണെങ്കിൽ ഒരു വാം വാട്ടർ വെച്ച് തുടക്കുന്നത് നല്ലതാണ്. വാം വാട്ടർ ബാത്ത് എന്നാണ് പറയാം. ഹൈപ്പർതെർമിയ ആണെങ്കിൽ അപ്പം നേരെ ഓപ്പോസിറ്റ് ആണ്. ഹൈപ്പർതെർമിയ ആണെങ്കിൽ നമ്മൾ കോൾഡ് വാട്ടർ സ്പഞ്ച് ആയിരിക്കും, കോൾഡ് വാട്ടർ സ്പഞ്ചസ് ആയിരിക്കും നമ്മൾ ചെയ്യുക, അല്ലെങ്കിൽ ബാത്ത് ആയിരിക്കും ചെയ്യുക. ദെൻ മലിഗ്നൻ ഹൈപ്പർതെർമിയക്ക് ആണെങ്കിൽ ഡാൻഡ്രോലിൻ പോലെയുള്ള കൊടുക്കാം. ഹൈപ്പർതെർമിയ മാറാനായിട്ട് പാരസെറ്റമോൾ സസ്പെൻഷൻ ഒന്നും കൊടുത്തിട്ട് കാര്യം ഇല്ല. ദെൻ ബൈ ദി ടൈം ബ്ലഡ് റിസൾട്ട്സ് വരും. ബ്ലഡ് റിസൾട്ട്സ് നോക്കുക. ABG നോക്കുക. അപ്പോൾ ആസിഡ് ബേസ് ബാലൻസ് ഒക്കെ നോക്കുക. അപ്പോൾ pH 4 താഴേക്കാണെങ്കിൽ ചിലപ്പോൾ ആൽക്കലോസിസ് ആയിട്ടുണ്ടാകാം. അസിഡോസ് ആണെങ്കിൽ 7.2 താഴെ ആയിരിക്കും, ഓർ അറൗണ്ട് ആയിരിക്കും. ആനയോൺ ഗ്യാപ്പ് നോക്കുക. അസിഡോസിസും ആൽക്കലോസ് നോക്കുക. ആനയോൺ ഗ്യാപ്പ് നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് ഇപ്പോൾ ഉദാഹരണം സോഡിയം പ്ലസ് പൊട്ടാസ്യം മൈനസ് ബൈകാർബണേറ്റ് പ്ലസ് ക്ലോറൈഡ്. സോ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസമാണ്. ഒരു 20 ആണെങ്കിൽ വി ഹാവ് ടു ഗോ ഫോർ സം എന്താ പറയുക ആസിഡോസിസ് ആയി സോഡിയം ബൈകാർബണേറ്റ് നമ്മൾ കൊടുക്കുക. ദെൻ ഈ സമയത്ത് കൺവൾഷൻ, സീഷേഴ്സ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ, ബെൻസോ ഡയസിപ്പിൻസ് ലൈക്ക് ലോറാസിപ്പാം ആയിരിക്കും, അല്ലെങ്കിൽ ഡയസിപ്പാം നമുക്ക് കൊടുക്കാം. ദെൻ ഈവൻ സീഷേഴ്സ് ഉണ്ടെങ്കിൽ ഫെനറ്റോയിൻ, ദെൻ ബാർബിച്ചുറേറ്റ്സ്, ഈവൻ അപ് ടു ഹാലോത്തേനിലേക്കൊക്കെ നമുക്ക് പോകാം. ദെൻ ഹൈപ്പോഗ്ലൈസീമിയ ഹാസ് ടു ബി അഡ്രസ്. ഹൈപ്പോഗ്ലൈസീമിയ ആണെങ്കിൽ നമുക്ക് അത് കറക്റ്റ് ചെയ്യുക. ഗ്ലൂക്കോസ് നമ്മൾ ഓൾറെഡി ചില എവിടെയെങ്കിലും ഗ്ലൂക്കോസ് കൊടുക്കുന്ന കാര്യം പല സ്ഥലത്തും പറഞ്ഞു. അപ്പോൾ ഫ്ലൂയിഡ്സ് നമുക്ക് ഗ്ലൂക്കോസ് ഒക്കെ കേൾക്കാം.
ദെൻ അജിറ്റേഷൻസ് ആൻഡ് ഡെലീറിയം പോലെയുള്ളതാണെങ്കിൽ ക്ലോർപ്രോമസിൻ അല്ലെങ്കിൽ ഹാലോപെരിഡോൾ ഓർ ബെൻസോഡൈസപ്പിൻസ് ഒക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് മതി. ദെൻ ചെക്ക് ഫോർ മൂവ്മെന്റ് ഡിസോർഡേഴ്സ് എന്ന് പറയുമ്പോൾ പാർക്കിൻസൺസ് ലൈക്ക് ഡിസോർഡേഴ്സ് ഉണ്ടാകാം, മയസ്തീനിക് ക്രൈസിസ് ലൈക്ക് ആയിരിക്കാം, ഫെസിക്കുലേഷൻ. സോ ഇവയൊക്കെ ഏത് കണ്ടീഷൻസ് ആണ് എന്നനുസരിച്ച് അതനുസരിച്ച് ട്രീറ്റ് ചെയ്യുക. ദെൻ ലുക്ക് ഫോർ ഇലക്ട്രോലൈറ്റ് ഇംബാലൻസസ് ഉണ്ടോ എന്ന കാര്യം സെർച്ച് ചെയ്യുക. ദെൻ ഹൈപ്പർ കലീമിയ, പൊട്ടാസ്യം കൂടുതലാണെങ്കിൽ ഗ്ലൂക്കോസ് പ്ലസ് ഇൻസുലിൻ ആയിരിക്കും മിക്കവാറും കൊടുക്കുക, ഇല്ലെങ്കിൽ സോഡിയം ബൈകാർബണേറ്റ് കൊടുക്കാം, കാൽഷ്യം ഗ്ലൂക്കോണേറ്റ് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. ഇൻ കേസ് ഓഫ് ഹൈപ്പോകലീമിയ ആണെങ്കിൽ വേറെ നോക്കാനില്ല, പൊട്ടാസ്യം IV ഓർലോ കൊടുക്കാം. ദെൻ ഹൈപ്പർനേട്രീമിയ ആണെങ്കിൽ വാട്ടർ കുറയ്ക്കുക, അതിൻ്റെ ഒപ്പം ലൂപ്പ് ഡയൂറിറ്റിക്സ് ഒക്കെ കൊടുക്കുക. ദെൻ ഹൈപ്പോനേട്രീമിയ ആണെങ്കിൽ കുറവാണെങ്കിൽ ഹൈപ്പർട്ടോണിക് സലൈൻ നമുക്ക് കൊടുക്കാം. ദെൻ ഹൈപ്പോകാൽസീമിയ ആണെങ്കിലോ കാൽഷ്യം ഗ്ലൂക്കോണേറ്റ് IV 10% സൊല്യൂഷൻ ആയിരിക്കും നമ്മൾ കൊടുക്കുക. സോ ഈ സമയത്ത് തന്നെ ഇവാലുവേഷൻ ആണല്ലോ. ഇവാലുവേഷൻ ഹിസ്റ്ററി ഓഫ് ദ പേഷ്യൻ്റ് എടുക്കുക. ദെൻ ടൈം ഓഫ് എക്സ്പോഷർ, എപ്പോഴാണ് എക്സ്പോഷർ ഉണ്ടായെന്നുള്ള കാര്യം, ഏത് റൂട്ടിലാണ് എക്സ്പോഷർ, വേറെ എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടോ, അതർ സബ്സ്റ്റൻസസ് നോക്കാം. ദെൻ കറന്റ് മെഡിക്കേഷൻസ് എന്തൊക്കെ കഴിക്കുന്നുണ്ട് നോക്കാം. പാസ്റ്റ് മെഡിക്കൽ ഹിസ്റ്ററി. സോ ഇങ്ങനെയൊക്കെയുള്ള ഹിസ്റ്ററി ടേക്കിംഗ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ദെൻ ഫിസിക്കൽ എക്സാമിനേഷൻ ചെയ്ത് കഴിഞ്ഞാൽ വിൽ ഗെറ്റ് സം ലീഡ്. ഇപ്പോൾ ക്ലോത്തിങ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ സബ്സ്റ്റൻസ് എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ കണ്ടുപിടിക്കാൻ പറ്റി. അജിറ്റേഷൻ ഉണ്ടോ, കൺഫ്യൂഷൻ ഉണ്ടോ, സ്കിൻ ശരിക്കും നോക്കി കഴിഞ്ഞാൽ സ്കിൻ സയനോസിസ് അങ്ങനെയുള്ള ലീഡ്സ് ഒക്കെ നമുക്ക് കിട്ടും, അല്ലെങ്കിൽ ഫ്ലഷിംഗ് ആണോ ഉള്ളത് എന്നൊക്കെ അറിയാൻ പറ്റും. പീപ്പിൾ സൈസ് ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, പീപ്പിൾ സൈസ് നോക്കുക. ദെൻ ലാക്രിമേഷൻ, കണ്ണിൽ നിന്ന് വെള്ളം വരുന്നുണ്ടോ. ദെൻ വെരി ഇമ്പോർട്ടൻറ്റ് ഈസ് ഓറോ ഫാരിഞ്ചിയൽ എക്സാമിനേഷൻ നമുക്ക്. സോ ഇൻ ബിറ്റ്വീൻ ഈ സമയത്ത് നമുക്ക് ട്യൂബ്സ് എന്തെങ്കിലുമൊക്കെ കയറ്റാനുണ്ട്, അങ്ങനെയുള്ള ഇൻട്യൂബേഷൻ പ്രോസസ് എല്ലാം നമുക്ക് ചെയ്യുകയും ചെയ്യാം. സൈൻസ് ആൻഡ് സിംറ്റംസ് നോക്കുമ്പോൾ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് സം ടോക്സിഡ്രോംസ് ഉണ്ടോ എന്ന കാര്യങ്ങൾ കൂടി അനലൈസ് ചെയ്യാവുന്നതാണ്. ടോക്സിഡ്രോംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് സൈൻസ് ആൻഡ് സിംറ്റംസ് വിച്ച് ടേക്കൺ കളക്റ്റീവ്ലി. ഒരുമിച്ചെടുക്കുമ്പോഴത്തേക്കും എല്ലാം ഒരു ക്യാരക്ടറിസ്റ്റിക് സസ്പെക്റ്റഡ് ടോക്സിക്കൻ്റ് ആയിട്ട് മാറുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ടോക്സിഡ്രോം എന്ന് പറയാം. ഇപ്പോൾ ഉദാഹരണം ഓപ്പിയോയിഡ്സ് ആണെങ്കിൽ എന്തൊക്കെ ഉണ്ടാകും, ശ്വാസം തടസ്സം ഉണ്ടാകും, ബ്രാഡിപ്നി ഉണ്ടാകും, ബ്രാഡിക്കാർഡിയ ഹൃദയമിടിപ്പ് കുറവായിരിക്കും, ഹൈപ്പോടെൻഷൻ ആയിരിക്കും ഉണ്ടാവുക, ദെൻ ഹൈപ്പോതെർമിയ ആയിരിക്കും ഉണ്ടാകുക, ദെൻ മയോസിസ്. സോ ഇതെല്ലാം ടോക്സിഡ്രോം സിംറ്റംസ് ഓഫ് ഓപ്പിയോയിഡ്സ് ആണ്. ദെൻ ഇതേപോലെ നമുക്ക് ഓർഗാനോ ഫോസ്ഫറസ് കോമ്പൗണ്ട്സിന്റെ ടോക്സിഡ്രോം സിംറ്റംസ് എന്തായിരിക്കും, സെക്രീഷൻസ് എല്ലാം വർദ്ധിക്കുക. അത് വിയർപ്പായാലും ലാക്രിമേഷനായാലും യൂറിനേഷനായാലും സലൈവേഷനായാലും എമസിസ് ആയാലും. ദെൻ മിയോസിസ്, കണ്ണ് ചെറുതായിട്ടിരിക്കുക, ഡയറിയ ഉണ്ടായിരിക്കാം, റെസ്പിറേറ്ററി ഡിപ്രഷനോ അങ്ങനെയുള്ള ഫേസ് ഉണ്ടായിരിക്കാം. ദെൻ മസിൽ ഫെസിക്കുലേഷൻസ് ഉണ്ടായിരിക്കാം, ഹൃദയമിടിപ്പ് താഴ്ന്നിരിക്കാം. സോ ഇങ്ങനെയൊക്കെ വരികയാണെങ്കിൽ ദ ടോക്സിഡ്രോം സിൻഡ്രോംസ് പോയിന്റ്സ് ടു ഓർഗാനോഫോസ്ഫറസ് കോമ്പൗണ്ട്സ് ആയിരിക്കും. ദെൻ നേരെ ഓപ്പോസിറ്റ് ആന്റികോളിനർജിക് ആണെങ്കിൽ ഹൃദയമിടിപ്പ് കൂടുതലായിരിക്കും, ടാക്കിക്കാർഡിയ ആയിരിക്കും കൂടുതൽ. ദെൻ സെക്രീഷൻസ് എല്ലാം ഡ്രൈസ് അപ്പ് ആയിരിക്കും, ശരീരമൊക്കെ ഉണങ്ങിയിരിക്കും, യൂറിനറി റിറ്റൻഷൻ ആയിരിക്കും ഉണ്ടാവുക, അജിറ്റേഷൻ ആയിരിക്കും CNS കാണാം, ബോഡി ടെമ്പറേച്ചർ ഒക്കെ കൂടുതലായിരിക്കും, ഹൈപ്പർതെർമിയ ആയിരിക്കും നമുക്ക് കാണാം. സോ ദീസ് ആർ ടോക്സിഡ്രോംസ് ഓഫ് ആന്റികോളിനർജിക് ഡ്രഗ്സ് ഓർ ആന്റികോളിനർജിക് ലൈക്സ് ഡ്രഗുകൾ തന്നെ. ഇപ്പോൾ ട്രൈസൈക്ലിക് ആന്റിഡിപ്രസൻസ് അങ്ങനെയൊക്കെയുള്ള പല മരുന്നുകൾക്കും ഇത് കണ്ടുപിടിക്കാം. ദെൻ ECG നോക്കിയാലും നമുക്ക് ഒരുപാട് ലീഡുകൾ ഈ സമയത്ത് കിട്ടും. ഉദാഹരണത്തിന് പ്രൊലോങ്ങേഷൻ ഓഫ് QRS, ദെൻ AV ബ്ലോക്ക് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും, വെൻട്രിക്കുലാർ ടാക്കിക്കാർഡിയ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതുമായിട്ട് ടോക്സിഡ്രോംസുമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കി കഴിയുമ്പോൾ നമുക്ക് ഡ്രഗ് ഏതാണെന്നൊരു ഏകദേശം പെട്ടെന്ന് തന്നെ ഐഡിയ കിട്ടും. ഇനി നമ്മുടെ അടുത്ത ലക്ഷ്യം എന്ന് വെച്ചാൽ മരുന്ന് കൂടുതൽ ശരീരത്തിൽ എത്താതിരിക്കുക, ബ്ലഡിലേക്ക് എത്താതിരിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാവുന്നത്. സോ ദാറ്റ് ഈസ് ഡീകൺടാമിനേഷൻ എന്നാണ് അതിനെ പറയുന്നത്. ഒന്ന് പുറത്തുനിന്ന് ശരീരത്തിനകത്തേക്ക് വീണ്ടും എത്താതിരിക്കുക. അതിന് നമുക്ക് ചെയ്യാവുന്നത് എന്താ, ശരീരം തുടക്കുക, കഴുകുക, അങ്ങനെയൊക്കെയുള്ള. ഇപ്പോൾ ഓർഗാനോ ഫോസ്ഫറസ് കോമ്പൗണ്ട്സ് ഒക്കെ ആണെങ്കിൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്കിന്നിലൂടെ ധാരാളം അബ്സോർബ് ചെയ്യാം, ലിപ്പിഡ് സോൾബിൾ ആണെങ്കിൽ അബ്സോർപ്ഷൻ കൂടുതലായിരിക്കും. ദെൻ ഇഫ് ഇറ്റ് ഈസ് ടേക്കൺ ഇന്റേണൽ, വായിലൂടെ കഴിച്ചാണെങ്കിൽ അത് ബ്ലഡിലേക്ക് GI സ്റ്റൊമക്കിൽ നിന്നൊക്കെ കടക്കാതിരിക്കുക എന്നുള്ളതാണ്. സോ ഇന്റേണൽ ആയിട്ടുള്ളത് ബ്ലഡിലേക്ക് കടക്കാതിരിക്കുക എന്നുള്ളതാണ്. സോ അതിനെ ചെയ്യാവുന്ന വൺ മെത്തേഡ് ഈസ് എമസിസ് ആണ്, ഛർദിപ്പിക്കുക എന്നുള്ളതാണ്. എമസിസ് മീൻസ് ഛർദിപ്പിക്കുക. സാധാരണ പണ്ടൊക്കെ ഉപയോഗിച്ചിരുന്ന ടിങ്ചർ ഇപ്പിക്കാക്കുവാനാണ്, ഇപ്പിക്ക സിറപ്പൊക്കെ ഉപയോഗിച്ചിരുന്നു. പക്ഷെ ഇപ്പോൾ നൗ ഇറ്റ് ഈസ് നോട്ട്, നിർദ്ദേശിക്കുന്നില്ല ഈ സാധനം, ഇറ്റ് ഈസ് നോട്ട് യൂസ്ഡ്. ഓക്കെ, കൊറോസീവ്സ് അല്ല, നോൺ ഇറിറ്റബിൾ അല്ല എങ്കിൽ അപ്പോമോർഫിൻ പോലെ
പോലെയുള്ള മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതായിട്ട് പറയുന്നുണ്ട്. എങ്കിലും എമസിസ് ഈസ് നൗ നോട്ട് ദാറ്റ് മച്ച് പ്രിഫേർഡ്. രണ്ടാമത്തെ മെത്തേഡ് ഗ്യാസ്ട്രിക് ലാവേജ് ആണ്. എന്ന് വെച്ചാൽ മലയാളത്തിൽ വയറ് കഴുകുക, സ്റ്റൊമക് കണ്ടൻസിനെ റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾസ്. ഇവാക്യുവേഷൻ പ്രൊസീജിയർ ആണ്. സ്റ്റൊമക്കിനകത്തു നിന്ന് സാധനങ്ങൾ ഇൻറ്റസ്റ്റൈനിലേക്ക് പോകാതെ തടയുക. സാധാരണ ചെയ്തൊരു നാസോ ഗ്യാസ്ട്രിക് ട്യൂബൊക്കെ മൂക്കിലൂടെ എടുത്ത് അതിനകത്തോട് സലൈൻ കൊടുക്കുന്നു. ദെൻ അതിനുശേഷം അതിനെ തിരിച്ച് ആസ്പിറേറ്റ് ചെയ്ത് എടുക്കുക എന്നുള്ളതാണ്. സോ ഇത് ചെയ്യേണ്ടത് ലൈഫ് ത്രെറ്റനിങ് കണ്ടീഷൻസ് ഉള്ള ഡോസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് ചെയ്യാം. അല്ലെങ്കിൽ മരുന്ന് കഴിച്ച് 1 to 2 hours ആണെങ്കിൽ മാത്രം ഇത് ചെയ്താൽ മതി എന്നാണ് ഇപ്പോഴുള്ള ഗ്യാസ്ട്രിക് ലാവേജിനെ പറ്റി ഇപ്പോഴുള്ള ഒരു അഭിപ്രായം. ദെൻ ഹൈപ്പർതെർമിയ, വൊമിറ്റിംഗ്, ആസിഡ്സോ പെട്രോളിയം പ്രൊഡക്ട്സോ ഇങ്ങനെയൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ വി ഷുഡ് നോട്ട് ഗോ ഫോർ ഗ്യാസ്ട്രിക് ലാവേജ് നിർദ്ദേശിക്കുന്നു. ഇന്ത്യയിൽ ഇപ്പോൾ ഉപയോഗിക്കുന്നത്, ലോകത്തിൽ ഉപയോഗിക്കുന്നത് ലാവാക്കാറ്റർ പോലെയുള്ള സാധനങ്ങളാണ് ഇന്ത്യയിൽ ഉപയോഗിക്കുന്നുണ്ട്. ദെൻ ഇവാൾഡ് ട്യൂബ് പോലെയുള്ളവ ഉപയോഗിക്കുന്നുണ്ട്. ദെൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ചിലപ്പോൾ റൈൽസ് ട്യൂബ് ആയിരിക്കാം. റൈൽസ് ട്യൂബ്, ഈ ട്യൂബ് വഴിയൊക്കെയാണ് സാധാരണ കണ്ടൻസ് പുറത്തേക്ക് എടുക്കുക. മൂന്നാമത്തെ മെത്തേഡ് ഗ്യാസ്ട്രിക് ലാവേജ് കഴിഞ്ഞാൽ മൂന്നാമത്തെ മെത്തേഡ് കത്താർസിസ് ആണ്. കത്താർസിസ് എന്ന് വെച്ചാൽ വയറിളക്കുക എന്നുള്ളതാണ്. സോ ഇൻറ്റസ്റ്റൈനൽ കണ്ടന്റ് പുറത്തേക്ക് കളയുക. സോ നമ്മൾ ഉപയോഗിക്കുക ഐസോട്ടോണിക് സലൈൻ പോലെയുള്ള സാധനങ്ങൾ. മാഗ്നീഷ്യം സിട്രേറ്റ് ആകാം, മാഗ്നീഷ്യം സൾഫേറ്റ് ആകാം, അല്ലെങ്കിൽ മറ്റു കോമ്പൗണ്ട്സ് ആകാം, അല്ലെങ്കിൽ സാക്കറൈഡ്സ് പോലെയുള്ള, സോർബിറ്റോൾ പോലെയുള്ള പല പെർസെൻറ്റേജിലുള്ളതുണ്ട്. ഇത് ഉപയോഗിക്കാം. സോ ഇതിനെ ടോക്സിൻസ് പുറന്തള്ളുക എന്നുള്ളതാണ് ഇതിന്റെ മെത്തേഡ്. സോ ബവൽ ഒബ്സ്ട്രക്ഷൻ ഉണ്ടോ എന്നൊക്കെ നോക്കണം. ബവൽ ഒബ്സ്ട്രക്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ ഇത് പണിയാകും. ഓക്കെ. സോ അഞ്ചാമത്തെ മെത്തേഡാണ് മറ്റൊരു പ്രധാനപ്പെട്ട മെത്തേഡ്, അഡ്സോർഷൻ. അബ്സോർഷൻ അല്ല, അഡ്സോർഷൻ ആണ്. അഡ്സോർഷൻ ബൈ ആക്ടിവേറ്റഡ് ചാർക്കോൾ. ആക്ടിവേറ്റഡ് ചാർക്കോളിന്റെ ഒരു പ്രശ്നം വരാവുന്നത് ആസ്പിറേഷൻ ഒക്കെ ഉണ്ടാകാം. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കൊടുക്കാൻ ആസ്പിറേഷൻ. സോ നമ്മൾ സാധാരണ ചെയ്യുക 1 gram എടുക്കുക per kilogram. അപ്പോൾ ഒരു 50 to 100 gram ഒക്കെ മതിയായിരിക്കും ഒരാൾ. കാരണം ആളുടെ തൂക്കാത്രമാണല്ലോ. അത് ഏകദേശം വെള്ളത്തിൽ അയപ്പിച്ചിട്ട് പതിയെ കൊടുക്കുക. വിത്തിൻ 1 hours ആണെങ്കിലാണ് ഏറ്റവും എഫക്റ്റീവ്. സോ ആക്ടിവേറ്റഡ് ചാർക്കോൾ ഉണ്ടെങ്കിൽ തന്നെ വിത്തിൻ 1 hour തന്നെ കൊടുക്കണം. ദെൻ ആക്ടിവേറ്റഡ് ചാർക്കോൾ പിന്നെ കൊടുക്കുന്ന രീതി മൾട്ടിപ്പിൾ ഡോസ് ഓഫ് ആക്ടിവേറ്റഡ് ചാർക്കോൾ ട്രീറ്റ്മെന്റ് ഉണ്ട്. അതിൽ നമ്മൾ 150 to 200 grams വരെ നമ്മൾ പല തവണകളായിട്ടായിരിക്കും കൊടുക്കുക. ഇവിടെയും ഒബ്സ്ട്രക്ഷൻ ഒന്നുമില്ല എന്ന് നമുക്ക് ഉറപ്പുവരുത്തുക. കോസ്റ്റിക് സാധനങ്ങൾ, പെട്രോളിയം പ്രോഡക്ട്സ് ഇങ്ങനെയുള്ളതിലൊന്നും നമ്മൾ കൊടുക്കാറില്ല. അഞ്ചാമത്തെ ഒരു മെത്തേഡ് ഹോൾ ബവൽ ഇറിഗേഷൻ ആണ് അടുത്ത ഒരു മെത്തേഡ്. സോ ഇത് ലേറ്റ് പ്രസന്റിങ് ടോക്സിറ്റിയിലാണ് ഇത് കൂടുതലായിട്ട് ഇമ്പോർട്ടൻറ്റ്. ലേറ്റ് പ്രസന്റിങ് ടോക്സിറ്റി എന്ന് വെച്ചാൽ മരുന്ന് കഴിച്ച് കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷം വരികയാണെങ്കിൽ, സോ പോളി എത്തിലിൻ ഗ്ലൈക്കോൾ ഇതുപോലുള്ള സാധനങ്ങൾ വിത്ത് സം ഇലക്ട്രോലൈറ്റ്സ്, ഇത് രണ്ടും കൂടി ചേർത്തിട്ട് PEG-3350 പോലെയുള്ള സാധനങ്ങൾ നെയ്സോ ഗ്യാസ്ട്രിക് ട്യൂബിലൂടെ സ്റ്റൊമക്കിലേക്ക് കൊടുക്കുക. ഒരു 2 liter per hour രീതിയിൽ കൊടുക്കുക. അപ്പോൾ കുട്ടികളൊക്കെ ആണെങ്കിൽ ഒരു മെറ്റോക്ലോപ്രമൈഡും കൂടി കൊടുത്തു കഴിഞ്ഞാൽ ആ ഛർദിലും അത് കൊടുക്കുമ്പോഴുള്ള ഛർദിലും കൂടി നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും. So this is decontamination methods. ഇനി next step is to increase the elimination of the drug ആണ്. കൂടുതലായിട്ട് മരുന്നിനെ പുറന്തള്ളുക. എലിമിനേഷൻ എൻഹാൻസ്മെന്റ് ആണ് അടുത്ത സ്റ്റെപ്പ്. സോ ഇത് നൽകുന്നത് സിവിയർ ഇൻടോക്സിക്കേഷൻ ഉണ്ടെങ്കിലാണ്. ഇഫ് ദ കണ്ടീഷൻ ഈസ് സിവിയർ, സ്ഥിതി വഷളായിക്കൊണ്ടിരിക്കുകയാണ്, വേഴ്സണിങ് ഓഫ് സിറ്റുവേഷൻ ഡെസ്പൈറ്റ് ഓഫ് എന്താ പറയാ മാക്സിമം സപ്പോർട്ടിക് കെയർ, വീണ്ടും വഷളാക്കുകയാണെങ്കിൽ മാത്രമാണ് ഇത് സാധാരണ നിർദ്ദേശിക്കുക. അല്ലെങ്കിൽ യൂഷ്വൽ എലിമിനേഷൻ റൂട്ട് ഇംപയർഡ് ആണ്, തടസ്സപ്പെട്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ബ്ലഡിനകത്ത് ലീതൽ ഡോസ് ഉണ്ട് എന്ന് നമുക്കറിയാം. ലീതൽ ഡോസ് ഉണ്ട്. സോ ആ ഡോസിനെ കുറിച്ചൊക്കെ അറിയാം എങ്കിൽ ആണ് നമ്മൾ സാധാരണ എലിമിനേഷൻ എൻഹാൻസ്മെന്റ് ചെയ്യുക. 1 മെത്തേഡ് ഈസ് ഫോഴ്സ്ഡ് ഡയൂറസിസ് ആണ്. ഫോഴ്സ്ഡ് ഡയൂറസിസ് നമ്മൾ ചെയ്യുന്നത് ഡ്രഗ് അസിഡിക് ആണെങ്കിൽ വി ക്യാൻ മേക്ക് യൂറിൻ ആൽക്കലൈൻ ആക്കും. ഇപ്പോൾ ബാർബിച്ചുറേറ്റ്സ് ഒക്കെ ആണെങ്കിൽ അസിഡിക് ആണ്. യൂറിൻ ആൽക്കലൈൻ ആക്കാൻ നമ്മൾ ഉപയോഗിക്കുക സോഡിയം ബൈകാർബണേറ്റ് ആണ് ഒരു രീതി. ഇൻ ബാർബിച്ചുറേറ്റ് പോയ്സണിങ് ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. ഇനി ഫോഴ്സ് ആസിഡ് ഡയൂറസിസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആസിഡ് ഡയൂറസിസ് ഈസ് നോട്ട് നിർദ്ദേശിക്കുന്നില്ല. അറ്റ് എനി കേസ് ഇറ്റ് ഈസ് നോട്ട് അലൗഡ്. ഓക്കെ. ഇനി മറ്റു മെത്തേഡുകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ 1 ഈസ് ഹീമോ ഡയാലിസിസ് ചെയ്യുക. ബ്ലഡ് പുറത്തേക്ക് എടുത്ത് അതിൽ നിന്ന് ഡയാലിസിസ് ചെയ്ത് വീണ്ടും അകത്തേക്ക് കയറ്റുകയാണ്. സോ എത്തിലിൻ ഗ്ലൈക്കോൾ ആണെങ്കിൽ നമുക്ക് ഡയാലിസിസ് ചെയ്യാം. ലിഥിയം ആണെങ്കിൽ ചെയ്യാം. ദെൻ മെത്തനോൾ ആണെങ്കിൽ നമുക്ക് ചെയ്യാം. വാൽപ്രോവേറ്റ്
ചെയ്യാം. തിയോഫിലിൻ ആണെങ്കിലൊക്കെ നമുക്ക്. സോ ഇതിൻ്റെ ഒരു കോംപ്ലിക്കേഷൻ വെച്ചാൽ ത്രോംബോസിസ് ഉണ്ടാകാം, അല്ലെങ്കിൽ ഹൈപ്പോടെൻഷൻ ഉണ്ടാകാം. ദെൻ ഇൻഫെക്ഷൻസ് ഒക്കെ വേണമെങ്കിൽ ചിലപ്പോൾ കോസ് ചെയ്യാം ദിസ് ഹീമോഡയാലിസിസ് മൂലം. ദെൻ മറ്റൊരു മാർഗം ഹീമോ പെർഫ്യൂഷൻ ആണ്. ഹീമോ പെർഫ്യൂഷൻ ദെൻ ആർട്ടറിയിൽ പിടിപ്പിക്കുന്ന ഒരു AV ഷണ്ട് വഴി ടോക്സിൻസ് റിമൂവ് ചെയ്യുന്നതിനാണ് നമ്മൾ ഹീമോ പെർഫ്യൂഷൻ എന്ന് പറയാം. ദെൻ പെരിറ്റോണിയൽ ഡയാലിസിസ് ഒക്കെ പണ്ട് ചെയ്തിരുന്നു, ഇന്ന് ദിസ് ഈസ് നോട്ട് റെക്കമെൻഡഡ്. ദെൻ പിന്നെ പല മെത്തേഡ് ഉണ്ട്. ഹീമോ ഫിൽട്ടറേഷൻ ഉണ്ട്, ദെൻ ഹീമോ ഡയാഫിൽട്ടറേഷൻ ഉണ്ട്. ദെൻ പ്ലാസ്മാഫെറസിസ് ടോക്സിൻസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് മാറ്റാവുന്നതാണ്, ആന്റിബോഡീസ് അങ്ങനെയൊക്കെ ഉള്ളത് മാറ്റാം. ദെൻ പ്ലാസ്മ പെർഫ്യൂഷൻ ഈസ് അനദർ വൺ. സോ ഇതെല്ലാമാണ് എലിമിനേഷൻ എൻഹാൻസ്മെന്റിനുള്ള മാർഗങ്ങൾ. ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകാം. നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ആന്റിഡോട്ട് അഡ്മിനിസ്ട്രേഷൻ ആണ്. ആന്റിഡോട്ട് കൊടുക്കുക എന്നുള്ളതാണ്. സോ നമ്മൾ മനസ്സിലാക്കേണ്ടത് 80% കേസസിലും ആന്റിഡോട്ട്സ് ഇല്ല. നോ ആന്റിഡോട്ട് ഈസ് അവൈലബിൾ. ഓൺലി 20% ഓഫ് ദ ഡ്രഗ് പോയ്സണിങ് അല്ലെങ്കിൽ അതിനൊക്കെ മാത്രമേ ആന്റിഡോട്ട്സ് അവൈലബിൾ ആയിട്ടുള്ളൂ. ഏതെല്ലാം രീതിയിലാണ് ആന്റിഡോട്ട്സ് പ്രവർത്തിക്കുക, മെക്കാനിസംസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന് ഇനേർട്ട് കോംപ്ലക്സ് ഉണ്ടാക്കുക എന്നുള്ളത്. നമ്മൾ കഴിച്ച സാധനമായിട്ട് ഇനേർട്ട് കോംപ്ലക്സ് ഫോർമേഷൻ. ഓക്കെ, അങ്ങനെ അതിന്റെ ആക്ടിവിറ്റി കുറയ്ക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ആന്റിബോഡി ഫോർ ഡിജോക്സിൻ, ആന്റിബോഡി ഫ്രാഗ്മെന്റ്സ് എന്നാണ് പറയാ, ഫോർ ഡിജോക്സിൻ. ആന്റിബോഡി ഫ്രാഗ്മെന്റ്സ് ഫോർ ഡിജോക്സിൻ കൊടുത്തു കഴിഞ്ഞാൽ അതുമായിട്ട് ചേർന്നിട്ട് അതൊരു ഇത് ഫോം ചെയ്തോളും. ദെൻ സയനൈഡ് ആണെങ്കിൽ നമുക്ക് ഡൈകോബാൾട്ട് അസറ്റേറ്റ് കൊടുത്തു കഴിഞ്ഞാലും ഇങ്ങനെയുള്ള ഒരു ഇനേർട്ട് കോംപ്ലക്സ് ഫോം ചെയ്യും. രണ്ടാമത്തെ മെത്തേഡ് എന്ന് വെച്ചാൽ ആക്സിലറേറ്റഡ് ഡീടോക്സിഫിക്കേഷൻ ആക്സിലറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ മെത്തേഡ്. ഉദാഹരണം സയനൈഡ് ആണെങ്കിൽ നമുക്ക് പ്രശ്നം ടോക്സിക് തയോസയനൈഡ്സ് ആണ്. തയോസയനൈഡ് ഫോർമേഷൻ ആണ് നമ്മുടെ പ്രശ്നം. ഇത് തടയുക അല്ലെങ്കിൽ കുറയ്ക്കുക എന്നുള്ളതാണ്. ഓക്കെ, അതിന് നമുക്ക് തയോസൾഫേറ്റ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് നമുക്ക് തടയാനായിട്ട് പറ്റും. ദെൻ അടുത്തൊരു ഇമ്പോർട്ടന്റ് വൺ ഈസ് പാരസെറ്റമോൾ ആണ്. പാരസെറ്റമോൾ ടോക്സിറ്റി ഉണ്ടാക്കുന്നത് NaBQI ആണ്. അതിന് നമുക്ക് ഗ്ലൂട്ടതയോൺ കോഞ്ചുഗേഷൻ വർദ്ധിപ്പിക്കാനായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നത് N-അസറ്റൈൽ സിസ്റ്റീൻ എന്ന് പറയുന്ന കെമിക്കലാണ് നമ്മൾ ഉപയോഗിക്കുക, മരുന്നായിട്ട് നമ്മൾ കൊടുക്കുന്ന സാധനം. ദെൻ മൂന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ റെഡ്യൂസ്ഡ് ടോക്സിക് കൺവേർഷൻ. ഈ മരുന്ന് ടോക്സിറ്റി സാധനമായിട്ട് മാറ്റുന്നത് കൺവേർഷൻ നമുക്ക് കുറക്കാൻ പറ്റും. ഇപ്പോൾ മെത്തനോളിന്റെ പ്രശ്നം എന്താണ്? മെത്തനോൾ ഫോർമിക് ആസിഡ് ആയിട്ട് മാറുന്നതാണ്. ആദ്യം ഫോർമാൽഡിഹൈഡ് ആയിട്ട് മാറുന്നു, ദെൻ ഫോർമിക് ആസിഡ്. സോ ഇത് ചെയ്യുന്നത് ആൽക്കഹോൾ ഡീഹൈഡ്രോജനേസ് ആണ്. സോ ഇതിനെ നമുക്ക് ഉദാഹരണം എത്തനോൾ കൊടുക്കുകയാണെങ്കിൽ മെത്തനോളിന് പകരം എത്തനോൾ ഈഥൈൽ ആൽക്കഹോൾ കൊടുക്കുകയാണെങ്കിൽ ഈഥൈൽ ആൽക്കഹോൾ കൂടുതലായിട്ട് കൺവേർട്ട് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോഴത്തേക്കും ഫോർമിക് ആസിഡ് ഫോർമേഷൻ നമുക്ക് കുറയും. സോ ദസ് വി ക്യാൻ റെഡ്യൂസ് ദ ടോക്സിറ്റി. ദെൻ നാലാമത്തത് റിസപ്റ്റർ സൈറ്റിൽ ബ്ലോക്ക് ചെയ്യുക എന്നുള്ളതാണ്. റിസപ്റ്റർ സൈറ്റ് ഡ്രഗ് ആക്ട് ചെയ്യുന്ന റിസപ്റ്റർ സൈറ്റിൽ പോയി ബ്ലോക്ക് ചെയ്യുക. നാലോക്സോൺ ഇസ് എൻ എക്സാമ്പിൾ ആണ്. ദെൻ അട്രോപ്പിൻ ഈസ് ക്ലാസിക് എക്സാമ്പിൾ ഇൻ ഓർഗാനോ ഫോസ്ഫറസ് കോമ്പൗണ്ട് പോയിസണിംഗിൽ അട്രോപ്പിൻ മസ്കാർനിക് ആന്റഗോണിസ്റ്റ് ആയിട്ട് പോയി ബ്ലോക്ക് ചെയ്തോളും. ദെൻ പിന്നെ ഒരു മെത്തേഡ്, അഞ്ചാമത്തെ മെത്തേഡ് ടോക്സിക് ബൈപ്പാസ് ആണ്. ടോക്സിക് ബൈപ്പാസ് എന്ന് പറഞ്ഞാൽ ടോക്സിസിറ്റി ഉണ്ടാക്കുന്ന ആ എഫക്റ്റ് ബൈപ്പാസ് ചെയ്യുക. അപ്പോൾ ഉദാഹരണമായിട്ട് സയനൈഡ് പോയിസണിങ്ങിൽ നമ്മൾ 100% ഓക്സിജൻ കൊടുത്തു കഴിഞ്ഞാൽ സയനൈഡിന് ആ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് പറ്റില്ല. ദെൻ ആറാമത്തത് എന്ന് പറയുന്നത് റിയാക്ടിവേറ്റിംഗ് എൻസൈംസ് എന്തെങ്കിലും ഉണ്ട് ഇതിനെ നശിപ്പിക്കുന്ന അതിനെ എൻസൈംസിനെ പുനരുജ്ജീവിപ്പിക്കുക. ഇപ്പോൾ ഉദാഹരണം നമ്മൾ ചെയ്യുന്ന ഓർഗാനോ ഫോസ്ഫറസ് കോമ്പൗണ്ട്സിൽ നമ്മൾ കൊടുക്കുക ഓക്സൈം പോലെയുള്ള ഡ്രഗുകൾ കൊടുത്തിട്ട് നമ്മൾക്ക് കോളിനെസ്ട്രേസിനെ കുറച്ച് ആക്റ്റീവ് ആക്കി എടുക്കുക എന്നുള്ളതൊക്കെയാണ് അടുത്ത മെത്തേഡ്. നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആന്റിഡോട്ട്സ് പറയാം. ഓപ്പിയോയിഡ്സിനാണെങ്കിൽ നമ്മൾ നാലോക്സോൺ ആണ് നമ്മുടെ ആന്റിഡോട്ട്. ബെൻസോഡൈസിപ്പിന് സ്പെസിഫിക് ആന്റിഡോട്ട് ഉണ്ട്. ഫ്ലൂമാസെനിൽ എന്ന് പറയുന്നതാണ് അതിന്റെ ആന്റിഡോട്ട്. അയേൺ ആണെങ്കിൽ ഡെസ്ഫെറിയോക്സമിൻ ആണ് അതിന്റെ ആന്റിഡോട്ട്. ഡെയ്ഫെറിയോക്സമിൻ എന്ന് പറഞ്ഞാലും സെയിം തന്നെയാണ്. ദെൻ ഹെപ്പാരിൻ ആണെങ്കിൽ നമുക്ക് പ്രോട്ടമിൻ കൊടുക്കാം. ദെൻ വാർഫാറിനാണെങ്കിൽ വൈറ്റമിൻ K നമുക്ക് കൊടുക്കാം. സ്നേക്ക് ബൈറ്റ് ആണെങ്കിലോ പാമ്പ് കടിച്ചാണെങ്കിൽ നമുക്ക് ആന്റി വെനം നമുക്ക് കൊടുക്കാം. ദെൻ ഗ്ലൂക്കഗോൺ ആണെങ്കിലോ നമുക്ക് ബീറ്റ ബ്ലോക്കറിന് വേണ്ടി കൊടുക്കാം. ദെൻ പെനിസിലമിൻ കോപ്പർ ആണെങ്കിൽ നമുക്ക് പെനിസിലമിൻ വേണമെങ്കിൽ കൊടുക്കാം. സക്സിമേഴ്സ് ആണെങ്കിൽ ലെഡ് മെർക്കുറി അവയ്ക്ക് കൊടുക്കാം. ദെൻ ഡൈമർ കാപ്രോൾ ആണെങ്കിൽ നമുക്ക് ആഴ്സനിക്കിന് കൊടുക്കാം, കോപ്പറിന് കൊടുക്കാം, ഗോൾഡിന് കൊടുക്കാം, മെർക്കുറിക്കൊക്കെ കൊടുക്കാം. ദെൻ സിമ്പിളായിട്ട് നമുക്ക് ഗ്ലൂക്കോസ് കൊടുത്തു കഴിഞ്ഞാൽ ഇൻസുലിനെതിരും ആക്ട് ചെയ്യും. സോ ദീസ് ആർ ദ ഇമ്പോർട്ടൻറ്റ് ആന്റിഡോട്ട്സ് വി ക്യാൻ യൂസ്.
ആൻഡ് ഇനി ഫൈനലി നഴ്സിംഗ് കെയർ ആണ്. നഴ്സിംഗ് കെയർ ആൻഡ് നീഡഡ് സൈക്കാട്രിക് കെയർ ഇത് കൊടുക്കുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നഴ്സിംഗ് കെയർ നമുക്കറിയാം മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ആണ്. എസ്പെഷ്യലി ഇൻ കോമാറ്റോസ് പേഷ്യൻ്റ് ഒക്കെ ആണെങ്കിൽ നഴ്സിംഗ് കെയർ ഇസ് ദ കീ ആണ് പേഷ്യൻ കം ബാക്ക് ചെയ്യാനായിട്ട്. മാനേജ്മെന്റ് ഓഫ് ഹോസ്പിറ്റലൈസ്ഡ് പേഷ്യൻസ്, ദെൻ ICU പേഷ്യൻസ് ഇൻ എ ടൈംലി മാനർ. സോ അവിടെ നമുക്ക് നോക്കുക വൈറ്റൽ സയൻസ് നോക്കുക, ഡിസ്ട്രസ് മാനേജ്മെന്റ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യുക. ഇപ്പൊ രോഗിയെ തുടക്കം ഇപ്പോൾ ക്ലീനിങ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുക. ദെൻ യൂറിനറി റിട്ടൻഷൻ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടോ നോക്കുക. ദെൻ ബ്ലഡ് വോളിയം, ഐ മീൻ ദ ഫ്ലൂയിഡ് ഇൻടേക്ക് ഓവർലോഡ് അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഔട്ട്പുട്ട് ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുക. ദെൻ ബെഡ്, ഡ്രസ് ചേഞ്ചിങ് അങ്ങനെയുള്ള കാര്യങ്ങൾ. ടൈംലി ഇന്റർവെൻഷൻ ആൻഡ് റിപ്പോർട്ടിംഗ് അല്ലെ, പേഷ്യന്റ് കണ്ടീഷൻ ഇംപ്രൂവ് ചെയ്യാണോ അല്ലെങ്കിൽ ഡിസ്ട്രസ് താഴത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണോ എന്നുള്ള കാര്യങ്ങൾ. ദെൻ അൾട്ടിമേറ്റ്ലി ടു പ്രൊവൈഡ് ആൻ എൻവയോൺമെന്റ് ടു പേഷ്യന്റ് കം ബാക്ക് എന്നുള്ളൊരു എൻവയോൺമെന്റ്. സോ ദിസ് ഈസ് പലതും എഴുതി പിടിപ്പിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിലും ദിസ് വെരി ഇമ്പോർട്ടൻറ്റ്. ദെൻ അടുത്തത് സൈക്കാട്രിക് ആണ്. സൈക്കാട്രിക് മീൻസ് ഇൻ ദ കേസ് ഓഫ് സൂയിസൈഡൽ അറ്റംപ്റ്റ് ആണെങ്കിൽ വി ഹാവ് ടു റെഫർ ടു ദ സൈക്കാട്രിക് ഡിപ്പാർട്ട്മെന്റ്. ദെൻ ഫാമിലി കൗൺസിലിംഗ് എഡ്യൂക്കേഷൻ, ഫാമിലി കൗൺസിലിംഗ് എഡ്യൂക്കേഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വിടുക. ദെൻ ഇഫ് ദ പേഷ്യന്റ് ഇസ് എ ചൈൽഡ് ആണെങ്കിൽ ചൈൽഡ് അബ്യൂസിനുള്ള സാധ്യതകൾ ഉണ്ടോ എന്ന് നോക്കുക. ദെൻ അങ്ങനെയുള്ള ചെക്ക് ചെയ്തിട്ട് അവിടത്തേക്ക് റിപ്പോർട്ട് ചെയ്യുക. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഒരു ടോക്സിറ്റി ആയിട്ട് വന്ന ഒരു പേഷ്യന്റ് വന്നു കഴിഞ്ഞാൽ മാനേജ് ചെയ്യേണ്ട കാര്യങ്ങൾ. സോ ദിസ് എ ബിഗ് ടോപ്പിക് ആണ്. ഞാനതൊരു 10 മാർക്കിന്റെ ചോദ്യം എന്ന രീതിയിൽ ഒന്ന് പരമാവധി ചുരുക്കി എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചതാണ്. സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.